കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാണ്. ഈ മഹാ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവൻ. പ്രിയരെ, സകലവും നിർവഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സകലവും അതതിൻ്റെ സമയത്ത് അവിടുന്ന് ഭംഗിയായി ചെയ്യുന്നു. നമ്മൾ ചെയ്താൽ ഒത്തിരി കുറ്റങ്ങളുണ്ടാവാം, പരാജയങ്ങളുണ്ടാവാം. പക്ഷെ കർത്താവ് ചെയ്യുന്നത് ഭംഗിയായിട്ടാണ് എന്ന് ഇന്ന് പകലിലും വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവിടുത്തേക്ക് കഴിയും. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് സകലവും കഴിയും. മനുഷ്യന് അസാധ്യം, എനിക്ക് സാധ്യം. ഞാൻ തന്നെ അതാകുന്നു എൻ്റെ നാമം. അധികാരമുള്ളവൻ, സകലത്തെയും ഭരിക്കുന്നവൻ, കാൽ കീഴാക്കിയവൻ, സകല ജഡത്തിന്മേലും അധികാരമുള്ളവൻ, ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ, തൃക്കൈ തുറന്ന ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നവൻ, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായവൻ. സ്തോത്രം. ആര് മാറിയാലും മാറാത്തവൻ, ആര് മറന്നാലും മറക്കാത്തവൻ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്നു. യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. നമ്മുടെ പ്രകൃതി അറിയുന്ന ഒരു ദൈവത്തെ നാം സേവിക്കണം. പ്രിയരെ, നമ്മുടെ ഏത് വിഷയങ്ങളും നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പനറിയത്തില്ല, അമ്മയ്ക്കറിയത്തില്ല, സഹോദരങ്ങൾക്കറിയത്തില്ല, ഹസ്ബൻഡിനറിയില്ല, വൈഫിനറിയത്തില്ല, കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഴമറിയില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ, ദീർഘശ്വാസത്തിൻ്റെ അർത്ഥമറിയാവുന്ന ഉന്നതനായൊരു ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ധൈര്യത്തോടെ പറ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ജഡത്തിന് അല്ലെങ്കിൽ മനുഷ്യശക്തികൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ധൈര്യത്തോടെ പറ, കർത്താവ് എനിക്ക് തുണ. അതുകൊണ്ടാണ് കോരപുത്രന്മാർ പറഞ്ഞത്, ഈ ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, ഞങ്ങളുടെ ബലമാണ്. കഷ്ടങ്ങളിൽ അടുത്ത തുണയെന്നല്ല, ഏറ്റവും അടുത്ത തുണ, നല്ല സഹായകൻ. കഷ്ടദിവസത്തിൽ ശരണം. തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്നവൻ. നഹൂം പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ കഷ്ടദിവസത്തിൽ ശരണമായവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. കഷ്ടതയുടെയും വേദനയുടെയും സങ്കടങ്ങളുടെയും നടുവിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി കേട്ടു, സങ്കടമറിഞ്ഞു എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അത് നടപ്പിലാകത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച ഫറവോൻ്റെ ശക്തിയുടെ അടിത്തറകൾ ഇളക്കിക്കൊണ്ട് തൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയച്ച ജീവനുള്ള ഒരു ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. കുടുങ്ങിപ്പോയ ചിലതിനെ മൂവ് ചെയ്യാൻ പറ്റാത്ത ചിലതിനെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിനെ പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ ദൈവത്തിൻ്റെ സാന്നിധ്യം
ഇന്ന് പ്രഭാതത്തിൽ ശക്തമായി നിങ്ങളുടെ മധ്യേ വെളിപ്പെടുക. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. 22-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനെ രക്ഷിക്കട്ടെ, അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. ഇതൊരു മശീക സങ്കീർത്തനമാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. തുടക്കത്തിൽ പറയും, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്താ. പക്ഷേ പിതാവായ ദൈവം പുത്രനെ കൈവിട്ടതല്ല. അല്പസമയം മൗനമായിരുന്നത് നമ്മളെ നാശത്തു നിന്ന് വീണ്ടെടുക്കാൻ, നമ്മുടെ ശാപം മാറ്റാൻ, അടിപ്പിണലാൽ സൗഖ്യം വരാൻ, നിത്യശിക്ഷ മാറി നിത്യരക്ഷയിലേക്ക് നമ്മളെ നയിക്കാൻ എൻ്റെ യേശു ക്രൂശിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ പിതാവ് മൗനമായിരുന്നു. എന്നാൽ 3-ാം ദിവസം റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചെറിഞ്ഞ ദൈവസാന്നിധ്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ ഭാഗത്ത് നമ്മൾ വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം യേശുവിനെ പരിഹസിക്കുകയാണ്, ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ. എൻ്റെ 7-ാം വാക്യം, എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു, അവർ അധരം വളർത്തി തലകുലുക്കുന്നു. എന്നിട്ടാണ് അവർ പറയുന്നത്, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. അപ്പോൾ നിന്നെ സമർപ്പിച്ച് നീ കൊടുക്കുക. നിൻ്റെ ദൈവം നിന്നെ വിടുവിക്കും, നിൻ്റെ ദൈവം നിന്നെ സഹായിക്കും. ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തലകുലുക്കി അധരം മലർത്തുന്ന ഒരു വലിയ സമൂഹം. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആരാധന, വിശ്വാസ ജീവിതം, ദൈവശബ്ദം കേട്ടെടുത്ത ചില സ്റ്റെപ്പുകൾ അത് നടപ്പിലാകട്ടെ, കാണട്ടെ എന്ന് പറഞ്ഞ് ഒരു വലിയ സമൂഹം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അല്ലേ? നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ കാണട്ടെ. പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? അടഞ്ഞ വാതിൽ തുറക്കുമോ? സൗഖ്യം വരുമോ? പഴകിയ വിഷയത്തിന് ഇനിയും ഒരു പ്രവൃത്തി കാണുമോ? എത്ര നാളായി വെയിറ്റ് ചെയ്യുന്നു? ആരിവരെ സഹായിക്കും? ആരിവരുടെ കൂടെ തുണ നിൽക്കും? എന്നൊക്കെ ചോദിച്ച പരിഹാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്കെതിരെ ഉള്ളപ്പോൾ ഞാൻ ആത്മശക്തിയോടെ വിളിച്ചു പറയും, നിങ്ങൾ യഹോവയെങ്കിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ ആരാധിക്കുക. നിനക്കൊരു പ്രതിഫലമുണ്ടാകും, നിശ്ചയം. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ, യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാതോർക്കുന്നവർ തകർന്നു പോകത്തില്ല. സമർപ്പിക്കപ്പെട്ട കർത്താവ് 3-ാം ദിവസം റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു വന്നെങ്കിൽ കാവൽ നിര വിറച്ചുകൊണ്ട് മോഹാത്സ്യപ്പെട്ട് പുറകോട്ട് പോയെങ്കിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവമുമ്പാകെ നിങ്ങളുടെ വിഷയങ്ങളെ കൊണ്ടുവരാൻ തയ്യാറാകൂ, ദൈവമുമ്പാകെ നിങ്ങളുടെ വിഷയങ്ങളെ കൊടുക്കാൻ തയ്യാറാകൂ, ദൈവത്തിങ്കൽ സമർപ്പിക്കാൻ, ഡെഡിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ പ്രവർത്തികളെ ദൈവമുമ്പാകെ സമർപ്പിക്കാൻ തയ്യാറാകൂ. ദൈവം അതിനെ വർദ്ധിപ്പിക്കും. ശക്തീകരിക്കുന്ന ദൈവം, വലുതാക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, പുറപ്പെടുവിക്കുന്ന ദൈവം. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ചില കുരമ്പുകൾ പോലെയുള്ള വാക്കുകൾ, ഒളിയമ്പുകൾ പോലെയുള്ള ചില പ്രവൃത്തികൾ, ഗൂഢാലോചനകൾ, അതിനെയൊക്കെ നിഷ്ഫലമാക്കി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ സ്വായത്തമാക്കുന്ന പകൽക്കാലമാണ്. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ആവർത്തിച്ച് ഭംഗം വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യഹോവയെങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടട്ടെ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ തന്നെ പ്രത്യാശ വെക്കാൻ, സമർപ്പിക്കാൻ തയ്യാറാകൂ. അങ്ങനെയുള്ളവരെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. മുട്ടുമടക്കാൻ തയ്യാറാകൂ. നിങ്ങളെ തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന സർവശക്തനായൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ പറ.
പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികൾ ഈ പ്രഭാതത്തിൽ വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. രക്ഷപ്പെടത്തില്ലെന്നും എഴുന്നേൽക്കത്തില്ലെന്നും പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പാകെ അവരുടെ വാക്കുകൾ നിമിത്തം ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് സ്തോത്രം. നിൻ്റെ ന്യായപ്രമാണത്തെ ദുർബലമാക്കാൻ നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പാകെ പിതാവേ, ഇത് അങ്ങേക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. അങ്ങയുടെ പ്രവൃത്തിയുടെ സമയമാണ്. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അങ്ങയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ ഭുജത്തിന്മേൽ വന്നപ്പോൾ ചെങ്കടലുകൾ വഴിമാറിയതുപോലെ സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത് എന്ന് ചോദിക്കത്തക്ക രീതിയിൽ അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്മാവ് ഇന്ന് പകലും ചെയ്യുന്നതിന് സ്തോത്രം. വഴിമാറേണ്ടത് വഴിമാറട്ടെ, തുറക്കേണ്ടത് തുറക്കട്ടെ, ഒരുങ്ങേണ്ട പാത ഒരുങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാം തന്നെ. ആമേൻ ആമേൻ. കർത്താവിൽ പ്രിയരെ ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുക്കൂ. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കൂ. നിന്നെ തന്നെ സമർപ്പിക്കൂ എന്ന് പറഞ്ഞ് നിന്നെ വീക്ഷിക്കുന്ന പരിഹസിക്കുന്നവരുടെ മുമ്പാകെ തന്നെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം അനുകൂലമായി വെളിപ്പെട്ട് വരും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.